കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുന്നേ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് രണ്ട് ജില്ലകളെ അന്ന് മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ടില്ല. പാലക്കാട് ജില്ലകളും കോഴിക്കോട് ജില്ലയായിരുന്നു. ആ രണ്ട് ജില്ലകളെ അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു പാലമാണ് 1959 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഒട്ടേറെ കാലം കഴിഞ്ഞെങ്കിലും വളരെയധികം അന്നത്തെ വാഹനങ്ങളുടെ എല്ലാ തിരക്കെല്ലാം ഉണ്ടായത്. വളരെയധികം വാഹനങ്ങൾ കൂടിപ്പോയി, തിരക്ക് കൂടിപ്പോയി. മണിക്കൂറുകളോളം ഒരു ബ്ലോക്ക് വരുന്ന അവസ്ഥയായിരുന്നു കുറ്റിപ്പുറം പാലത്തിൽ. എന്തെങ്കിലും പാലത്തിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് വന്നാലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വന്നാലും വളരെയധികം ബ്ലോക്ക് ആയിരുന്നുണ്ട്. ആ ബ്ലോക്ക് കുറ്റിപ്പുറത്ത് നിന്നല്ല ഈ പ്രദേശത്ത് പോകുന്ന എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം ഒരു മാറ്റമാണ് ഈ പുതിയ 6 വരിപ്പാത വന്നതോടുകൂടി നമുക്ക് സംജാതമായിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ പുതിയ പാലത്തിൽ ഓടി തുടങ്ങി. എന്ന് മുതലാണ് അതൊക്കെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും വാഹനങ്ങളൊക്കെ വഴി തിരിച്ചു വിടുന്നത്? അതെ, പുതിയ പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും പണി പൂർത്തീകരിച്ച മുറക്ക് തന്നെ അവർ ഓരോ ഭാഗങ്ങൾ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതപ്പുഴയുടെ കുറുകെയുള്ള പാലം അവർ സർവീസിനായിട്ട് വിട്ടുകൊടുത്തതും അതിനനുസരിച്ച് വാഹനങ്ങൾ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ തിരക്കുകൾ കുറയാൻ അല്ലെങ്കിൽ അത് പരമാവധിയാവണമെങ്കിൽ റെയിൽവേ പാലം കൂടിയാണ് ഇതിൽ പൂർത്തീകരിക്കേണ്ടത്. റെയിൽവേ പാലത്തിൻ്റെ സർവീസ് റോഡുകൾ അനുബന്ധ റോഡുകൾ പൂർത്തിയായെങ്കിലും റെയിൽവേയുടെ ബന്ധിപ്പിച്ച പാലം പൂർത്തീകരിക്കാത്ത കാരണത്തിൽ അതിൻ്റെ പണി നീണ്ടുപോയിരിക്കുകയാണ്. യാത്ര ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം യാത്ര ചെയ്തേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ പോകുന്ന നമുക്ക് ഹൈവേയിലാണ് ഇറങ്ങുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്ര നീളമുണ്ടോ? പാലത്തിൻ്റെ റോയൽ സിറ്റി ഹോട്ടലിന് മുൻപിൽ നിന്ന് അതെ, റെയിൽവേയുടെ ബ്രിഡ്ജ് കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ അവിടെ നിന്ന് സ്വല്പം കുറഞ്ഞാണെങ്കിലും ആ രണ്ട് അണ്ടർപാസ് ഉദ്ഘാടനം അണ്ടർപാസിൻ്റെ പണി പൂർത്തീകരിക്കുന്ന അടിസ്ഥാനത്തിൽ ആ ടൗണിൽ തന്നെ കുറ്റിപ്പുറം ടൗണിൽ നിന്ന് തുടങ്ങി റെയിൽ പുതിയ അതെ അത് അവസാനിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഒരു അനുഭവം? എങ്ങനെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. ഒരു കുറ്റിപ്പുറം ടൗണിലെ ടച്ച് ചെയ്യുന്നില്ല. കുറ്റിപ്പുറം ടൗണിൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിലും യാത്രക്കാർക്ക് വളരെ അനുകൂലകരമാണ്. ടൗണിലെ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യം സംഭവിക്കാമെങ്കിലും അതേ സമയത്ത് പാലക്കാട് കുമ്പടി പാലം അടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. അത് കാങ്കുന്ന പാലം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറത്ത് കൂടുതൽ തിരക്കും അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യവും കുറ്റിപ്പുറത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല ഈ പാലത്തിന് ഈ റോഡിന് എൻട്രിയും എക്സിറ്റും ഈ സമീപപ്രദേശങ്ങളൊന്നുമില്ല. എൻ്റെ അറിവിൽ ജില്ലയിൽ തന്നെ 1-2 സ്ഥലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് പറഞ്ഞത്. കുറ്റിപ്പുറത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇല്ല എന്ന പത്രമാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുൻകൈയെടുത്തു സർവകക്ഷി യോഗം വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനെ കൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കി അത് എല്ലാ വിഭാഗങ്ങളും NHൻ്റെ മിനിസ്റ്റർ മുതൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എൻട്രിയും എക്സിറ്റും കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്. വ്യാപാരി വ്യവസായ സമിതി യോഗം കൂടിയിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ, പാലം വരുമ്പോൾ സ്വാഭാവികമായി വ്യാപാര മാന്ദ്യം അല്ലെങ്കിൽ ഇതിന് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം മാന്യത്തേക്കാൾ ഉപരി കുറ്റിപ്പുറം ടൗണിനെ അല്ലെങ്കിൽ കുറ്റിപ്പുറത്തേക്ക് ഈ റോഡിൽ നിന്ന് എക്സിറ്റും എൻട്രൻസും ഇല്ല എന്നുള്ള വിവരമാണ് ഞങ്ങളെ അധികം ആശങ്കയിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അത് ദൃശ്യമാധ്യമം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറത്തെ യൂണിറ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാത്ത കാര്യം ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുൻകൈയെടുത്തു സർവകക്ഷി യോഗം വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചായത്തിനെ കൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കി അത് ജില്ലാ MLA MP നാഷണൽ ഹൈവേ അതോറിറ്റി മുതൽ എല്ലാവർക്കും അയച്ചു കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറത്ത് എൻട്രൻസും എക്സിറ്റും കിട്ടി എന്നുള്ള കാര്യം ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. പാലത്തിൻ്റെ അടിഭാഗമൊക്കെ അവിടെ ടൗണിലെ ഭാഗത്തൊക്കെ എങ്ങനെ പാർക്കിംഗ് സംവിധാനമൊക്കെ ആലോചിച്ചിരുന്നു? ഞങ്ങൾ അധികൃതരൊക്കെ വ്യാപാരികളുമായി ആലോചിച്ചിരുന്നു? കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയുടെ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗം അത് തൂണുകൊട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചനവധി പാർക്കിംഗ് സൗകര്യം കിട്ടുമായിരുന്നു. അത് കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വളരെ 2 സ്പാനുകൾക്കിടയ്ക്ക് മാത്രമാണ് അവർ അത് ചെയ്തിട്ടുള്ളൂ. അത് എത്രമാത്രം നമുക്ക് പാർക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ഇവിടെ മറ്റൊരു അറിയാൻ കഴിഞ്ഞ കാര്യം കണ്ടെയ്നർ ലോറികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ റൂട്ടിൽ കാസർഗോഡ് മുതൽ എറണാകുളത്ത് കുറ്റിപ്പുറത്ത് മാത്രമാണുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുള്ളത്. അതും കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വരുന്ന ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ അതിൻ്റെ ജീവനക്കാർക്ക് ഒരു വിശ്രമ കേന്ദ്രമായി മാറാനും അത് ജനങ്ങളുടെ നല്ല സൗകര്യപ്രദമാവുമെന്നാണ് തോന്നുന്നത്.
എന്തായാലും നമുക്കറിയാം മല്ലൂർക്കടവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ ഭാഗത്തൊക്കെ ഒരു തിരക്ക് ഭാവിയിൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പാലത്തിലൂടെയുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ പാലത്തിന്. വാഹന തിരക്ക് കുറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാരം കുറയുമ്പോൾ സ്വാഭാവികമായി പാലം നല്ലൊരു വർഷങ്ങളോളം ഇനി കേടുപാടുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഈ പാലം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടില്ലെങ്കിലും തൃശ്ശൂരിലേക്ക് പോകുന്ന ഏറ്റവും വലിയ യാത്ര വീണ്ടും ഈ പാലത്തിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഈ പാലത്തെ സംബന്ധിച്ചോളം തിരക്ക് കുറയാൻ സാധ്യത കുറവാണ്. പക്ഷേ മറ്റ് എറണാകുളത്ത് വരുന്ന നാഷണൽ ഹൈവേ വണ്ടികൾ മാത്രമാണ് ഈ പാലത്തൂടെ പോകുന്നത്. തൃശ്ശൂർ ഭാഗത്ത് പോകുന്നതും കുന്നംകുളം ഭാഗത്ത് പോകുന്നതും മറ്റ് എടപ്പാൾ ഭാഗത്ത് പോകുന്നതും എല്ലാ വണ്ടികളും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അടക്കം എല്ലാ ബസ്സുകളും യാത്ര ചെയ്യുന്നത് ഈ സർവീസ് റോഡിൽ കൂടെ ഉപയോഗിച്ചിട്ടായിരിക്കും. അതിനാൽ ഈ പാലത്തിൻ്റെ തിരക്കുകൾ ഇനിയും കുറയാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ പുതിയ പാലം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഒരു വലിയൊരു ഘടകം തന്നെ. തീർച്ചയായിട്ടും അത് നമ്മൾ കാര്യം എന്തെന്ന് പറഞ്ഞാലും ഈ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയൊരു ദ്രുതഗതിയിലുള്ള പണി തന്നെയായിരുന്നു. അത് അത്രമാത്രം പുരോഗമനത്തിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് സമീപ പ്രദേശത്ത് എല്ലാം നോക്കും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു അത്ഭുതകരമായ സംഭവമാണ്. എത്ര പെട്ടെന്ന് എത്രമാത്രം വലിയ വർക്കുകൾ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യപരമാണ്. ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സമീപ പ്രദേശത്തുള്ള രണ്ടത്താണിയാണെങ്കിലും പുത്തനത്താണിയാണെങ്കിലും ടൗണുകളൊക്കെ ഇല്ലാതായി മാറി. സ്വാഭാവികമായും അതൊക്കെ വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ടൗണിലേക്ക് പോകേണ്ടവർ മാത്രമേ പോവുകയുള്ളൂ. കുറ്റിപ്പുറത്തും അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. എങ്ങനെയാണ് വ്യാപാരി നേതാവ് നിലയ്ക്ക് സങ്കടം തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്? അല്ല, നമ്മളൊരു യാത്രാ പുരോഗമനം അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടാകുമ്പോൾ അത് എല്ലാ ഭാഗത്തും അതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് യാത്രക്കാരൻ സൗകര്യം ഉണ്ടാകുമ്പോൾ കുറ്റിപ്പുറം ടൗണിന് മാന്യം അനുഭവമെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി എൻട്രൻസും എക്സിറ്റും കുറ്റിപ്പുറത്തുള്ളൂ എന്ന നിലയ്ക്ക് മറ്റ് പല സ്ഥലത്തുനിന്നും വരുന്നവർക്ക് കുറ്റിപ്പുറം ടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അത് വ്യാപാരത്തെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ബന്ധിപ്പിക്കാൻ പുതിയൊരു പാലം കാങ്കപ്പുഴ പാലം വരുന്നതും അത് കുറ്റിപ്പുറത്തിന് ഒന്ന് അനുകൂല ഘടകമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ റെയിൽവേ കുറ്റിപ്പുറത്ത് റെയിൽവേ ടച്ച് ചെയ്യുന്ന നാഷണൽ ഹൈവേയും റെയിൽവേയും ടച്ച് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം കുറ്റിപ്പുറമാണ്. അതും കുറ്റിപ്പുറത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. അതിന് ഒട്ടനവധി ട്രെയിനുകൾ നിർത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യത്തിലേക്ക് ഞങ്ങൾ ഇതിന് ശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം കൊടുത്ത് മറ്റു രീതിയിൽ നീങ്ങുന്നതാണ്. അതായത് പൂർണ്ണമായൊരു രീതിയിലേക്ക് മാറണമെങ്കിൽ ഒരു 6 മാസത്തോട് കൂടി ഇത് പൂർവ്വ രീതിയിലേക്ക് മാറും അല്ലെങ്കിൽ പൂർണ്ണമായും ഈ ഒരു യാത്രാ രീതിയിലേക്ക് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മൾ വർക്കിൻ്റെ പ്രോഗ്രസ് കാണുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് 2 മാസത്തെ കൂടിയാണ് ടൈമാണ് ഇവർക്ക് നീട്ടിക്കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അതിൻ്റെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അവർ പുറത്ത് നടക്കുന്നത്. അതിന് നമ്മളവർ ശ്ലാഘനീയമാണ്. അതുമാത്രമല്ല ഒരു ബ്ലോക്ക് ഇല്ലാതെ മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഓരോ ബൈപ്പാസുകൾ സൗകര്യം ചെയ്തിട്ടാണ് ഇവർ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രവർത്തനം, മാതൃകാപരമായ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. വ്യക്തമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുറ്റിപ്പുറം യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വ്യാപാരി സമൂഹവും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. സ്വാഭാവികമായും അവിടെയൊക്കെ ഒരു വ്യാപാരം കുറയുമെങ്കിലും ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള ഒരു പുരോഗമനം നാടിന് ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം അവർ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും കുറ്റിപ്പുറത്തിന് വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.